ഏപ്രിൽ 13 മുതൽ 15 വരെ അൾജീരിയയിൽ ചരിത്രം മറക്കാത്ത ഒരു അപ്പസ്തോലിക പര്യടനത്തിലായിരുന്നു ലയോ 14 മാർപ്പാപ്പയും വത്തിക്കാനിൽ അന്നും അദ്ദേഹത്തെ അനുഗമിച്ച അദ്ദേഹത്തിൻ്റെ ടീമും. ഏതായിരുന്നാലും അൾജീരിയയിൽ വന്ന് ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഈ വാർത്തകൾ കൈമാറുവാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു അവലോകനം നടത്താമെന്ന് ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുകയായിരുന്നു. അതിന് തന്നെ നമുക്കറിയാം, മാർപ്പാപ്പയുടെ നമ്മുടെ പ്രിയപ്പെട്ട ലയോ 14 മാർപ്പാപ്പയുടെ നോർത്ത് ആഫ്രിക്കൻ അപ്പസ്തോലിക മിഷണറി യാത്ര ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ നോർത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ മിഷണറി യാത്ര അദ്ദേഹം തിരഞ്ഞെടുത്തത് അൾജീരിയ എന്ന് പറഞ്ഞ രാജ്യം തന്നെയാണ്. മജോറിറ്റി ആയിട്ടുള്ള മുസ്ലിം വിശ്വാസ സംഹിത മജോറിറ്റി ആയിട്ടുള്ള ജനതയാണ് ഇവിടെ ഉള്ളത്. എങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേരുപാകിയ മണ്ണുകൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഐക്യവും മതസൗഹാർദ്ദവും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് മാർപ്പാപ്പയ്ക്കറിയാം. മാർപ്പാപ്പയുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഓരോ ദിവസവും മുടങ്ങാതെ ദിവ്യബലിക്ക് ശേഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന അവർ അച്ചടിച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പ്രാർത്ഥനയിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ് ഏറിയ ഭാഗവും. മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും മാർപ്പാപ്പയ്ക്കും തിരുസഭയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അച്ചടിച്ച് ഇറക്കിയത്. ഇനി നമുക്ക് ശ്രദ്ധിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അപ്പസ്തോലിക മിഷണറി യാത്രയ്ക്ക് ഓരോ രാജ്യത്തിന് വേണ്ടി ഒരു എംബ്ലം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ മാർപ്പാപ്പയുടെ യാത്രയിൽ ഏപ്രിൽ 14 2026 അന്നാബയിലുള്ള മാർപ്പാപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായ അന്നാബ, വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളന്റെ നാടായ ആ സ്ഥലത്ത് പുറത്തിറക്കിയ ഒരു എംബ്ലം എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചു. അത് പ്രത്യേകിച്ച് മാർപ്പാപ്പ തന്നെ വിശേഷിപ്പിച്ചത് താൻ ദ സൺ ഓഫ് അഗസ്റ്റിൻ എന്നാണ്, വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ മകൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്നബയിലുള്ള വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഏറെ നീണ്ട പതിറ്റാണ്ടുകളോളം മെത്രാനായി ശുശ്രൂഷ ചെയ്ത ആ സ്ഥലത്തേക്കുള്ള യാത്ര പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതിൽ ഈ യാത്രയിൽ പുറത്തിറക്കിയ ഈ സിമ്പിൾ എംബ്ലം അതെന്നെ ഒത്തിരി സ്പർശിച്ചു. ഈ യാത്രയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അസ്സലാമു അലൈക്കും, അതായത് പീസ് ബി വിത്ത് യു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ നമ്മൾ ആ വാക്യം കാണുന്നുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു നമ്മോട് പറയുന്ന വചനം, സമാധാനം നിങ്ങളോടുകൂടെ. കാർദിനൽ റോബർട്ട് പ്രെവോസ്റ്റ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നിയോഗമെന്നോണം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു വത്തിക്കാനിലെ ബാൽക്കണിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴും പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്, പീസ് ബി വിത്ത് യു. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനത്തിൻ്റെ പ്രവാചകനായി, അംബാസഡറായി, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പോപ്പ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശവുമായിട്ടാണ് ഈ മിഷണറി യാത്രയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറക്കിയിരിക്കുന്ന ഈ എംബ്ലത്തിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കുന്നത് പീസ് ബി വിത്ത് യു എന്ന് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാം ഈ എംബ്ലത്തിൽ 2 പ്രാവുകൾ ഒരേ പാത്രത്തിൽ നിന്നും കുടിക്കുന്നതായിട്ട്. ഇത് സമാധാനം, ഐക്യം, സാഹോദര്യം, പരസ്പരമുള്ള പങ്കുവയ്പ്, സഹവർത്തിയൊക്കെ സൂചിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കാണാം ക്രിസ്തോസ് എന്ന അർത്ഥം വരുന്ന പി, 2 ഗ്രീക്ക് ലെറ്റേഴ്സാണ്, പിയും എക്സും. അപ്പം ഈ യേശുവിൻ്റെ നാമം പേറുന്ന ഈ ലെറ്റേഴ്സ് അൾജീരിയയുടെ മാപ്പിൻ്റെ അകത്തോട് ചേർന്നിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇഴുകിച്ചേർന്ന് സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ എംബ്ലം അൾജീരിയ രാജ്യത്തിൻ്റെ ചിത്രമുണ്ട്,
ക്രിസ്തുവിൻ്റെ സിംബോളിക്കായിട്ടുള്ള ലെറ്റേഴ്സ് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെ അർത്ഥം പേറുന്ന 2 പ്രാവുകൾ. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, 4 കളറുകളിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന് പച്ച, ചുവപ്പ്, വെള്ള, മഞ്ഞ. ഇതിൽ പച്ചയും ചുവപ്പും വെള്ളയും അൾജീരിയൻ രാജ്യത്തിൻ്റെ ഫ്ലാഗിൻ്റെ ചിത്രമാണ്, അതിൻ്റെ കളറാണ്. മഞ്ഞ വത്തിക്കാൻ്റെ ഫ്ലാഗിൻ്റെ കളറിനെ സൂചിപ്പിക്കുക. അതായത് ഈ 4 കളറുകളും ഇടചേർന്ന് ഒന്നിച്ച് ഇവിടെ അവർ അച്ചടിച്ച് ഇറക്കുമ്പോൾ അത് പ്രതിനിധാനം ചെയ്യുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം തന്നെയാണ്. ഏതായിരുന്നാലും വിശുദ്ധ അഗസ്റ്റിൻ ജനിച്ചു വളർന്ന നാടിൻ്റെ നാഗരികതയും ക്രൈസ്തവ രാജ്യത്തിൻ്റെ നാഗരികതയും ക്രൈസ്തവ മണ്ണിൻ്റെ നാഗരികതയും 2 സിവിലൈസേഷൻസിൻ്റെ ഒന്നു ചേർന്നുള്ള ഒരു യാത്രയും അതോടൊപ്പം തന്നെ പരസ്പര സഹവർത്തിത്വത്തിലുള്ള ഒരു മുന്നോട്ടുള്ളൊരു യാത്രയും എത്രമാത്രം ആവശ്യമാണ് എന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, മാർപ്പാപ്പയുടെ ഈ യാത്രയെ സംബന്ധിച്ച് ലോകത്തിലുള്ള പല മാധ്യമങ്ങളും, പ്രമുഖ മാധ്യമങ്ങളും ഏതെല്ലാം രീതിയിൽ അതിനെ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. BBC അത് പ്രത്യേകമായിട്ട് ഈ യാത്രയെ എടുത്തു പറഞ്ഞത് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശം മാർപ്പാപ്പയുടെ അൾജീരിയൻ സന്ദർശനം സൂചിപ്പിക്കുന്നു എന്നാണ്. CNN ആകട്ടെ എടുത്തു പറഞ്ഞത് അൾജീരിയ തൻ്റെ മക്കളിൽ ഒരുവനെ ഇതാ സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നാണ്. അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മാർപ്പാപ്പ പറഞ്ഞത് ഐ ആം ദ സൺ ഓഫ് അഗസ്റ്റിൻ എന്നാണ്. ഇതിനിടയിൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില ഫ്രഞ്ച് പത്രമാധ്യമങ്ങൾ ഈ മാർപ്പാപ്പയുടെ അൾജീരിയയിലെ യാത്രയെ അല്പം സംശയദൃഷ്ടിയോടുകൂടിയാണ് ചിത്രീകരിച്ചത്. അവർ ചില മാധ്യമങ്ങൾ സൂചിപ്പിച്ചത് പൊളിറ്റിക്കൽ നേട്ടങ്ങൾക്ക് വേണ്ടി അൾജീരിയ മാർപ്പാപ്പയുടെ സന്ദർശനം ഒരുക്കിക്കൊണ്ട് ചുവടുവെപ്പ് വെച്ചിരിക്കുന്നുവെന്നാണ് ലെപോൺ അല്ലെങ്കിൽ ലാ ഫിഗാറോ എന്ന് പറഞ്ഞ 2 പത്രമാധ്യമങ്ങൾ അതിനെ വിമർശനാത്മകമായ ഒരു കണ്ണുകളോടുകൂടി പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും വത്തിക്കാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, മാർപ്പാപ്പയുടെ ഈ സന്ദർശനം ചരിത്ര പ്രാധാന്യമുള്ളതും വ്യക്തിപരമായിട്ടുള്ളതും ആത്മീയമായ മാനമുള്ളതും അർത്ഥമുള്ളതുമാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് ന്യൂസ് പേപ്പറായ ദ ബെൽഫാസ്റ്റ് ടെലഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്, അതായത് മാർപ്പാപ്പയെ അവർ ചിത്രീകരിച്ചിരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ പാരമ്പര്യം പേറുന്ന ഒരു പീസ് ബ്രിഡ്ജ് ബിൽഡറായിട്ടാണ്. അതായത് സമാധാനത്തിൻ്റെ പാലം പണിയുന്നതിന് ഈ യാത്ര ഉപകരിക്കുമെന്ന് അവർ എടുത്തു പറയുകയുണ്ടായി. അസോസിയേറ്റഡ് പ്രസ് പറഞ്ഞിരിക്കുകയാണ്, സമാധാനത്തിൻ്റെ സന്ദേശവുമായി മാർപ്പാപ്പ ഈ അൾജീരിയയുടെ മണ്ണിലെത്തുമ്പോൾ അത് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു യാത്രയായിട്ടാണ് അവർ അതിനെ സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും നമുക്കിതിനോടൊപ്പം തന്നെ അൾജീരിയയിലുള്ള പത്രമാധ്യമങ്ങൾ എങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഈ അൾജീരിയൻ അപ്പസ്തോലിക പര്യടനത്തെ നോക്കിക്കണ്ട് നമുക്ക് ഒന്ന് കാണാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ അൾജീരിയയിലുള്ള ഈ അപ്പസ്തോലിക പര്യടനത്തെ ഓരോ ദിവസവും പലതരത്തിലുള്ള പത്രവാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഏതായിരുന്നാലും അവസാനത്തെ ഒരു യാത്രയെന്ന് സൂചിപ്പിക്കാവുന്ന അന്നാബയിലുള്ള യാത്രയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് എൽ മുജാഹിദ് എന്ന് പറഞ്ഞ പത്രം പ്രത്യേകമായിട്ട് മാർപ്പാപ്പ അവിടെയുള്ള ഒരു മുസ്ലിം കുഞ്ഞുങ്ങളോട് ചേർന്ന് സമാധാനത്തിൻ്റെ മരം, പീസ് ട്രീ അല്ലെങ്കിൽ ഒലിവ് ട്രീ ഒന്നിച്ച് അൾജീരിയയുടെ മണ്ണിൽ അഗസ്റ്റിൻ മെത്രാനായിരുന്ന ആ മണ്ണിൽ നടുന്നതായിട്ടുള്ള ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എന്നെ ഒരുപാട് സ്പർശിച്ചൊരു കാര്യം, ഈ എൽ മുജാഹിദ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് അൾജീരിയൻ പത്രത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, അവരിങ്ങനെ എഴുതിയിരിക്കുന്നത്,
Leo XIV baptizes Algeria as a land of fraternity and hope, a great victory എന്നാണ്. അതായത് ലയോ 14 മാർപ്പാപ്പ അൾജീരിയയുടെ മണ്ണിനെ സാഹോദര്യം കൊണ്ടും പ്രത്യാശ കൊണ്ടും മാമോദീസ മുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കമൻ്റായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഈ പത്രത്തിൽ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് കൾച്ചറൽ ആർട്സിൻ്റെ മന്ത്രിയായിരുന്ന മാലിക ബെൻ കുട്ടികളോട് ചേർന്ന്, മുസ്ലിം കുട്ടികളോട് ചേർന്ന് മാർപ്പാപ്പയും പീസ് ട്രീ നട്ടതിനെ കുറിച്ചൊരു കമൻ്റ് പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ്: വിശുദ്ധ അഗസ്റ്റിൻ ജീവിച്ചിരുന്ന ഒലിവ് മരത്തിൻ ജീവിച്ചിരുന്ന ആ നാട്ടിൽ, പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്റ്റിൻ ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തൻ്റെ എഴുത്തുകൾ എഴുതിയതായി പറയപ്പെടുന്നു. മാത്രമല്ല, അഗസ്റ്റിൻ ഏത് ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണോ തൻ്റെ പല എഴുത്തുകളും എഴുതിയത്, ആ ഒലിവ് മരം ഇന്നും അതുപോടൊപ്പം തന്നെ ജീവനുള്ള മരമായിട്ട് അവിടെ ഉണ്ട്, നൂറ്റാണ്ടുകൾ പിന്നിടും. ഇത് ചരിത്രപരമായി ടെസ്റ്റുകൾ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ് ആ മരം ഇന്നും അവിടെ ഉണ്ട് എന്നുള്ളത്. ഏതായിരുന്നാലും ഈ മലിക ബെൻ എന്ന് പറഞ്ഞ കൾച്ചറൽ ആൻഡ് ആർട്സിൻ്റെ മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്: മാർപ്പാപ്പ നട്ട ഈ പീസ് ട്രീ, ഒലിവ് മരം, വരാനിരിക്കുന്ന തലമുറകൾ, ആ നട്ട മരത്തിൽ നിന്നും വരാനിരിക്കുന്ന അൾജീരിയയിലെ തലമുറകൾ അതിൻ്റെ ഫലം, സ്നേഹത്തിൻ്റെ ഫലം ആസ്വദിക്കാനായിട്ട് ഇടയാകുമെന്നാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അൾജീരിയയിൽ നിന്നുമുള്ള ഒരു പത്രവാർത്ത കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലുസ്വ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ദിനപത്രം പരിശുദ്ധ മാർപ്പാപ്പയുടെ, ലയോ 14 മാർപ്പാപ്പയുടെ അൾജീരിയയിലെ യാത്രയെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയുണ്ടായി. അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മാർപ്പാപ്പയുടെ ഈ സന്ദർശനത്തിൽ അവർ എടുത്തു കാണിച്ചിരിക്കുന്നത് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഈ പത്രവും പല രീതിയിൽ ലയോ 14 മാർപ്പാപ്പയുടെ ചരിത്രപരമായ ഒരു സന്ദർശനം ഈ രാജ്യത്ത് സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം നൽകുവാൻ സഹായിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് പല പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ലോകം മുഴുവനുള്ള പ്രതികരണത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മാർപ്പാപ്പ അൾജീരിയയിൽ നിന്നും തൻ്റെ തിരിച്ചുള്ള കാമറൂണിലേക്കുള്ള അടുത്ത നോർത്ത് ആഫ്രിക്കൻ രാജ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രഭാതത്തിൽ ഫ്ലൈറ്റിൽ വെച്ച് ജേർണലിസ്റ്റുകളുടെ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു, അൾജീരിയയിലേക്കുള്ള യാത്രയെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെയുള്ള ഗവൺമെൻറ് അധികാരികൾക്ക് ഫ്ലൈറ്റിൽ വെച്ച് പ്രത്യേകം നന്ദി പറയുകയുണ്ടായിരുന്നു. ഏതായിരുന്നാലും ലയോ 14 മാർപ്പാപ്പ കാമറൂണിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം, വ്യക്തിപരമായിട്ട് ഇത് എന്നെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമായിരുന്നു അൾജീരിയയിലേക്കുള്ള മിഷണറി സന്ദർശനം എന്നാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല, സഭയ്ക്കും ലോകത്തിന് മുഴുവനും ദൈവത്തെ അന്വേഷിക്കുവാനും നല്ല സമൂഹം കെട്ടിപ്പടുക്കുവാനും ഈ യാത്ര ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതിലുപരി വ്യത്യസ്തതകളുടെ നടുവിലും സമാധാനവും ഒരുമയും കെട്ടിപ്പടുക്കുവാനും നാം ശ്രദ്ധ തിരിക്കണം എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. മറ്റൊരു കാര്യം മാർപ്പാപ്പ പറഞ്ഞത്, ഇവിടെയുള്ള ഇസ്ലാം മത പുരോഹിതരോടും സാംസ്കാരിക ഗവൺമെൻറ് നേതാക്കന്മാരോടൊക്കെ ചേർന്ന് നടത്തിയ മോസ്കിലേക്കുള്ള തൻ്റെ യാത്ര മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: മതങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തത നിലനിൽക്കുമ്പോഴും വ്യതിരക്തതകൾ നിലനിൽക്കുമ്പോഴും വിശ്വാസ സംബന്ധമായും പല രീതിയിലും ഈ ഒരു സന്ദർശനത്തിലൂടെ ഐക്യത്തിൽ പരസ്പര സാഹോദര്യത്തിലും നാം ജീവിക്കണം എന്നുള്ളത് ലോകം അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരുമയിലുള്ള, സൗഹൃദത്തിലുള്ള, സാഹോദര്യത്തിലുള്ള
ആ ഒന്നു ചേർന്നുള്ള ആ ഒരു ജീവിതം ആണ് ഇന്ന് ലോകം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായിരുന്നു. ഏതായിരുന്നാലും ലോകം മുഴുവനും ശ്രദ്ധിക്കുകയായിരുന്നു മാർപ്പാപ്പയുടെ അൾജീരിയയിലുള്ള ഈ യാത്ര. വ്യക്തിപരമായിട്ട് ഗുഡ്നസ് ടെലിവിഷന് വേണ്ടിയിട്ട്, ഗുഡ്നസ് ഗ്ലോബൽ നെറ്റ്വർക്സിനൊക്കെ വേണ്ടിയിട്ട് ഈ വാർത്ത കൊടുക്കുവാൻ വേണ്ടി അൾജീരിയയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ജേർണലിസ്റ്റോടൊപ്പം ഇവിടെ ഈ നാട്ടിൽ വന്ന് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പര്യടനത്തിൻ്റെ വാർത്തകൾ നൽകുവാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയുടെ ഒരു ഭാഗമായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചതൊരു വലിയൊരു മിഷണറി യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അനുഭവിച്ച ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു ഇൻകമ്പയറബിൾ ഹോസ്പിറ്റാലിറ്റി ഈ രാജ്യത്ത് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ കണ്ടുമുട്ടിയ ഈ അൾജീരിയയിലെ എല്ലാ വ്യക്തികളിൽ നിന്ന് തന്നെ അത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായി ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ച്. മറക്കാനാവാത്ത ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അൾജീരിയയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചെന്ന് മാർപ്പാപ്പ പറഞ്ഞത്. അത് തന്നെയായിരുന്നു എൻ്റെ അനുഭവം. അത് തന്നെയായിരുന്നു ഇവിടെ വന്ന എല്ലാ ജേർണലിസ്റ്റുകളുടെയും അനുഭവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, ബ്രദർഹുഡ്, സാഹോദര്യം, മതങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ഒരു സാഹോദര്യത്തിൻ്റെ അനുഭവം ഇവിടെ പ്രത്യേകിച്ച് എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഓരോ കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ വേയിലാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് തന്നെ ഫ്ലൈറ്റ് ഇവിടെ അൾജീരിയയിൽ നിന്ന് മന്നബയിലേക്കുള്ള ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായി. അവിടെ ഷെറാട്ടൺ ഹോട്ടലിൽ ഞങ്ങളുടെ താമസവും സൗജന്യമായിട്ടൊക്കെ ഒരുക്കിയിരുന്നു. അതിലുപരിയായിട്ട് ഇവിടെ വന്ന് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ വലിയ സ്നേഹത്തോടു കൂടിയാണ്, വലിയൊരു സാഹോദര്യത്തോടു കൂടിയാണ് അവർ ഞങ്ങളുമായിട്ട് ഇടപഴകിയത്. അത് വലിയൊരു അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഹൈ സെക്യൂരിറ്റി മെഷേഴ്സ് ആയിരുന്നു അവരിവിടെ എടുത്തിരുന്നത്. അവർ വലിയൊരു കെയർ തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചൊരു കാര്യം, അൾജീരിയയുടെ അന്തരീക്ഷത്തിലൂടെ അൾജീരിയയുടെ ഫ്ലാഗും വത്തിക്കാൻ്റെ ഫ്ലാഗും പാറി പറക്കുന്നത് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിനോട് അടുത്തും അതുപോലെ തന്നെ ഹൈവേകളിലും യാത്ര ചെയ്ത സ്ഥലങ്ങളിലും ഒക്കെ ഞാനത് കണ്ടു. അതോടൊപ്പം തന്നെ വലിയ വലിയ കട്ടൗട്ടുകൾ, അൾജീരിയയുടെ പ്രസിഡന്റും മാർപ്പാപ്പയും ഒന്നിച്ചു നിൽക്കുന്ന കട്ടൗട്ടുകൾ. ഇത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അനുഭവിക്കാനും കാണാൻ സാധിച്ചു. അതൊരു വലിയൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ തന്നെ സിമ്പിളാണ്, ആ രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. അപ്പം രണ്ട് രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ ഒന്നിച്ചു വെച്ച് അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയുടെ ലയോ 14 മാർപ്പാപ്പയുടെ ഓരോ രാജ്യത്തിലേക്കുള്ള, ഓരോ കോണ്ടിനെൻറ്റിലെ, ഭൂഖണ്ഡത്തിലേക്കുള്ള യാത്രകൾ എത്രമാത്രം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതങ്ങൾക്കപ്പുറമുള്ള വ്യത്യസ്തതകൾക്കും വ്യതിരിക്തതകൾക്കും അപ്പുറം ഹ്യൂമാനിറ്റിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര സാധ്യമാക്കുന്നു എന്നാണ് അത് വിളിച്ചു പോകുന്നത്. ഏതായിരുന്നാലും നമുക്ക് നന്ദി പറയാം. ഇന്ന് ലോക നേതാക്കന്മാർ തമ്മിൽ യുദ്ധത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരസ്പര സാഹോദര്യം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കുള്ള യുദ്ധവും ഡിവിഷനുമൊക്കെ നടക്കുമ്പോൾ ലോകത്തെ മുഴുവനും ഐക്യപ്പെടുത്തുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമുഖത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലയോ 14 മാർപ്പാപ്പ. സമാധാനത്തിൻ്റെ ദൂതനായി, സന്ദേശവാഹകനായി ലോകത്തിൻ്റെ ഓരോ ഭൂഖണ്ഡങ്ങളിലേക്കും അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ, പീസ് ബി വിത്ത് യു എന്ന് അദ്ദേഹം വത്തിക്കാൻ്റെ ബാൽക്കണിയിൽ നിന്നും ആദ്യമായി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് വെറും വാക്കല്ല. അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ, ഹൃദയമെടുപ്പിൽ സമാധാനം സ്ഥാപിക്കുവാനുള്ള ആ ഒരു പ്രയത്നം എത്ര കണ്ട് ആഴപ്പെട്ടിരിക്കുന്നുവെന്ന് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സാന്നിധ്യത്തിലൂടെയും
യാത്രകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഇന്ന് ഇങ്ങനെയുള്ള ഒരു നേതാവിനെ ആവശ്യമാണ്. ലോകത്തിലെ എല്ലാ മത നേതാക്കന്മാരും മാർപ്പാപ്പയെ എത്ര ബഹുമാനത്തോടു കൂടിയാണ്, ആദരവോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. പൊളിറ്റീഷ്യൻസിനും പല മേഖലകളിലുള്ള ചില വ്യക്തികൾക്കൊക്കെ അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമുണ്ടെങ്കിലും നാം ചിന്തിക്കണം, സഭയ്ക്ക് മാത്രമല്ല ലോകത്തിന് ഒരു പാപ്പയെ ആവശ്യമാണ്. ഞാൻ ഈ അൾജീരിയയുടെ മണ്ണിൽ വന്നപ്പോൾ യുവതിയുവാക്കന്മാരുമായി പ്രായമായിട്ടുള്ളവരായി പല മേഖലയിൽപ്പെട്ട വ്യക്തികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ എത്രമാത്രം സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ എത്രമാത്രം ആദരിക്കുന്നുവെന്ന് തൊട്ടടുത്ത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ലയോ 14 മാർപ്പാപ്പ സഭയുടെ മാത്രം ഒരു അപ്പനല്ല, സഭ ഒരമ്മയാണ്. അത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു അമ്മയുടെ ഹൃദയമാണത്. അതുകൊണ്ട് ഈശോ പറഞ്ഞതുപോലെ തള്ളക്കോടി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആ ചൂടിൽ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്നത് പോലെ മാർപ്പാപ്പയുടെ ചിറകിൻ്റെ കീഴിൽ ലോകം മുഴുവനും സമാധാനം, സ്നേഹം അനുഭവിച്ച് സത്യദൈവത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാർപ്പാപ്പയുടെ അൾജീരിയൻ യാത്ര അവലോകനം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി അൾജീരിയയിൽ നിന്നും യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ. വിവ പാപ്പ.